വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ കനത്ത മഴയും ഉരുൾപൊട്ടലും. അച്ചൻകോവിലിൽ മലവെള്ളപ്പാച്ചിലിൽ ഒരാൾ മരിച്ചു. കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടത്തിൽ അപ്രതീക്ഷിതമായുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് അപകടം. തമിഴ്നാട് മധുര സ്വദേശിയായ കുമരനാണ് മരിച്ചത്. കോട്ടയത്ത് വീണ്ടും ഉരുൾപൊട്ടൽ. മീനച്ചിൽ മൂന്നിലവിലാണ് ഉരുൾപൊട്ടിയത്. മൂന്നിലവ് ടൗണിൽ വെള്ളം കയറി. ആളപായമില്ല. തിരുവനന്തപുരം വിതുര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലാർ ഭാഗത്തുനിന്ന് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള ചപ്പാത്തിലാണ് വെള്ളം കയറിയത്. ഇതേ തുടർന്ന് വാഹനങ്ങൾ മറുകരയിൽ അകപ്പെട്ടു. നെയ്യാർ ഡാമിന്റെ ഷട്ടറും ഉയർത്തി. പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ വനമേഖലകളിൽ കനത്ത മഴ തുടരുന്നു. റാന്നി, സീതത്തോട്, ഗവി, ചിറ്റാർ മേഖലകളിലും മഴ ശക്തം. അച്ചൻകോവിലിൽ നിന്ന് മനോജും കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്തും തിരുവനന്തപുരത്ത് ഉമേഷും പത്തനംതിട്ടയിൽ ശശിനാരായണനുമുണ്ട്. ആദ്യം മനോജിലേക്ക്. മനോജ്, അച്ചൻകോവിലാണ് നേരത്തെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഒരാൾ മരിച്ചു. മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതി എന്തായിരുന്നു സംഭവിച്ചത്? ഇന്ന് 4 മണിയോടെയാണ് അച്ചൻകോവിലിൽ ഉരുൾപൊട്ടുന്നത്. ഉരുൾപൊട്ടലിൽ 14 പേര് ഒഴുക്കിപ്പെട്ടിരുന്നു. 14 പേരെയും രക്ഷപ്പെടുത്തി. മധുര സ്വദേശിയാണ് മരിച്ചത്. രക്ഷപ്പെടുത്തിയതിൽ ഒരാൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വളരെ വേദനാജനകമായ ഒരു വിവരം റിപ്പോർട്ട് ചെയ്യാനുണ്ട്. 2.5 മണിക്കൂറായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇതുവരെയും ഒരു ചികിത്സയും ലഭിച്ചിട്ടില്ല എന്നാണ് ആശുപത്രിയിലെത്തിച്ച വനം വകുപ്പിലെ വാച്ചർമാർ പറയുന്നത്. 2.5 മണിക്കൂറായി പരിശോധനകളൊന്നും നടത്താതെ അദ്ദേഹത്തെ അവിടെ ഇട്ടിരിക്കുകയാണ്. ഒരു ഗുളിക പോലും നൽകിയില്ലെന്നാണ് അവർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. എക്സ്റേയും സ്കാനിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനമാണ് വേണ്ടിയിരുന്നത്. പ്രകൃതി ദുരന്തത്തിന് എത്തിയതാണെന്ന് പറഞ്ഞിട്ട് പോലും സ്കാനിങ്ങിന് ഫീസ് അടയ്ക്കണമെന്ന് നിർബന്ധിക്കുകയും ഫീസ് ഇല്ലാത്തതിനാൽ അവിടെ സ്കാനിംഗ് എടുക്കാതെ ഒഴിപ്പിക്കുകയായിരുന്നു. മാധ്യമപ്രവർത്തകർ MLAയും താലൂക്ക് ആശുപത്രി സൂപ്രണ്ടുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സ്കാനിങ് എടുക്കാനുള്ള നടപടികൾ ആയത്. സ്കാനിങ് റിസൾട്ട് ഇനിയും 1 മണിക്കൂറെങ്കിലും വൈകും എന്നാണ് അറിയുന്നത്. ഇതുവരെയും അദ്ദേഹത്തിന് ചികിത്സ ലഭിച്ചിട്ടില്ല. മറ്റ് ഒഴുക്കിൽപ്പെട്ട രക്ഷപ്പെട്ടവരുടെ എല്ലാം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. ആർക്കും ഗുരുതരമായി പരിക്കുകളില്ല. ശരി, നന്ദി മനോജ്. വിവരങ്ങൾക്ക് കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, വലിയ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടങ്ങളിലൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളതായി അറിയുന്നത്? വിവരങ്ങൾ. മീനച്ചിൽ താലൂക്കിലാണ് ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ. അവിടെ മൂന്നിലവിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. മൂന്നിലവ് ടൗണിൽ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. ഇപ്പോഴും വെള്ളക്കെട്ട് തന്നെ തുടരുകയാണ്. ഈ കിഴക്കൻ മേഖലകളിൽ എല്ലാം ശക്തമായ മഴയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനെ തുടർന്ന് എല്ലായിടത്തും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി വണ്ടം പതാലിൽ പാലത്തിൽ കുടുങ്ങിയ 3 യുവാക്കളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ മുണ്ടക്കയം എരുമേലി സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. മുണ്ടക്കയം പലയിടത്തും തോട് കരകവിഞ്ഞ് വെള്ളം കയറിയതാണ് പ്രശ്നത്തിന് കാരണമായത്. എന്തായാലും ഈ ചിലയിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം തന്നെ അറിയിക്കുകയും ചെയ്യുന്നത്. നിലവിൽ ആളപായമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ ഇലവീഴ പൂഞ്ഞിറ പോലുള്ള സ്ഥലത്തേക്ക് പോയ വിനോദസഞ്ചാരികൾ അവര് തിരിച്ചു വരുന്ന വഴി ചിലയിടങ്ങളിൽ മരം വീണ് ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. അവിടേക്ക് 3 യൂണിറ്റ് ഫയർഫോഴ്സ് ആ റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ശക്തമായ മഴ കിഴക്കൻ മേഖലയിൽ തുടരുകയാണ്. ശരി, നന്ദി ശ്രീജിത്ത്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഈ വിതുര കല്ലാർ ഭാഗത്താണ് കൂടുതലായി വെള്ളം പൊങ്ങി എന്നറിയുന്നത്. എന്താണ് സ്ഥിതി? വിതുരയിൽ ടൂറിസ്റ്റ് കേന്ദ്രമായ വിതുര ടൂറിസ്റ്റ് കല്ലാറിന് സമീപത്ത് ആയിരുന്നു 2 യുവാക്കൾ ആദ്യം
പെട്ടുപോയത്. അതിനുശേഷം അവരെ പോലീസ് സുരക്ഷിതരായി നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെത്തി. അതിനുശേഷമാണ് കല്ലാർ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന് സമീപത്തായി 9 പേരെ കാണാതായത്. ഇതിൽ 6 സ്ത്രീകളും 2 പുരുഷന്മാരും ഒരു കുട്ടിയും ഉൾപ്പെടുന്നു. ഇവരെ തൊട്ടടുത്ത സമീപത്തെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ വെള്ളക്കെട്ട് കടന്ന്, അതായത് റോഡ് മുറിച്ചു കിടക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ റോഡ് വെള്ളം താഴ്ന്നാൽ മാത്രമേ മുറിച്ചു കിടക്കാൻ കഴിയുകയുള്ളൂ. റോഡ് മുറിച്ചു കടന്ന് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള രാത്രി യാത്രകൾ പാടില്ല എന്നുള്ള നിർദ്ദേശം ദുരന്തനിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ വനംവകുപ്പും ഇപ്പോൾ വനംവകുപ്പ് ടൂറിസം മേഖലകളായ കൊല്ലം ജില്ലയിലെ അച്ചൻകോവിൽ, കൂടാതെ പാലരുവി, കല്ലാർ, പൊന്മുടി, നെയ്യാർ തുടങ്ങിയ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് വനംവകുപ്പും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മലയോര മേഖലയിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ധന്യവാദം. ശരി, നന്ദി ഉമേഷ്. പത്തനംതിട്ടയിൽ നിന്ന് ശശി നാരായണനും ചേരുന്നു. ശശി, പത്തനംതിട്ടയിലെ സ്ഥിതി എന്താണ്? എവിടെയൊക്കെയാണ് കൂടുതലായി മഴ ലഭിക്കുന്നത്? അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? തന്നെ പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ വനമേഖലയിലാണ് വൈകിട്ട് 6 മുതൽ അതിശക്തമായ മഴ തുടരുന്നത്. റാന്നി, സീതത്തോട്, ഗവി, ചിറ്റാർ വനമേഖലകളിൽ മഴ ശക്തമാണ്. വെച്ചിച്ചിറ പഞ്ചായത്തിലെ കുരുമ്പമൂഴി, അരയാഞ്ഞിരിമൺ കോസ്റ്റയില് വെള്ളം കയറിയിട്ടുണ്ട്. കനത്ത മഴയിൽ മഴ ശക്തമായി തുടരുകയാണ്. നിന്ന് വിവരങ്ങൾ നൽകിയത്. മലയോര മേഖലകളിലുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ സർക്കാർ നിർദ്ദേശം. പശ്ചിമഘട്ട മലയോര മേഖലയിലേക്കുള്ള ഗതാഗതം വൈകിട്ട് 7 മണി മുതൽ രാവിലെ 7 മണി വരെ നിരോധിക്കും. ക്യാമ്പുകൾ സജ്ജമാക്കേണ്ടത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. അച്ചൻകോവിൽ ഡിവിഷനിലെ കുമ്പാവുരുട്ടിയിലും പാലരുവി, കല്ലാർ, അടവി, മങ്കയം, പൊന്മുടി, നെയ്യാർ തുടങ്ങിയ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവേശനം അനുവദിക്കില്ല. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതോടനുബന്ധിച്ച് വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ആന്റണി കരിയിലിനെ മാറ്റിയത് പ്രശ്നം പരിഹരിക്കാൻ പോകുന്നതിന്റെ തുടക്കമെന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാനാകില്ല. ഏകീകൃത കുർബാന ഉടൻ നടപ്പാക്കാനാകില്ല, പതുക്കെ നടപ്പാക്കും. വത്തിക്കാനും സിനഡിനും ആൻഡ്രൂസ് താഴത്തിൽ പ്രതീക്ഷയുണ്ടെന്നും കർദിനാൾ പറഞ്ഞു. അല്ല, അദ്ദേഹത്തിന്റെ ചുമതല അതിരൂപതയുടെ മുഴുവൻ ഭരണ ചുമതല തന്നെയാണ്. ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിനോട് ചേർന്ന് നിന്ന് ഭരണ ചുമതല നിർവഹിക്കുക. അതുതന്നെയാണ് ആന്റണി കരിയിൽ പിതാവ് മറ്റൊരു രീതിയിൽ ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം അതായിരുന്നു. അതുകൊണ്ട് അതിരൂപതയുടെ പൊതുഭരണം നിർവഹിക്കുക. അതോടൊപ്പം ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയ്ക്കെല്ലാം പരിഹാരം കാണുകയും ചെയ്യും. അതൊക്കെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ സേത പ്ലേന എന്ന ആ ടൈറ്റിലോടുകൂടി നിയമിക്കപ്പെട്ടിരിക്കുന്ന ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന് സാധിക്കുമെന്നാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ അല്ലെങ്കിൽ മാർപ്പാപ്പായുടെ പ്രതീക്ഷ. ഞങ്ങളുടെ സഭയുടെ സിനഡിന്റെയും പ്രതീക്ഷ അതാണ്. ഒരു നല്ല ശതമാനം ആളുകളും വൈദികരും ഈ അതിരൂപതയിലും ആ പ്രതീക്ഷയിൽ തന്നെയാണ് കഴിയുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഉറപ്പോടുകൂടിയാണ്. അല്ല, പുതിയ കുർബാന അർപ്പണ രീതി 34 രൂപതകളിലായി കഴിഞ്ഞു. ഈ രൂപതയിൽ പൂർണ്ണമായിട്ട് എന്നത്തേക്ക് വരുമെന്ന് പറയാൻ എനിക്കിപ്പോൾ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും ഒരു തീയതി നിശ്ചയിച്ച് അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ഇവിടെ അത് നടപ്പിലാക്കാൻ തുടങ്ങി. ഇപ്പോൾ തന്നെ 4 ഇടവകളിൽ നടക്കുന്നുണ്ട്, സന്യാസ ഭവനങ്ങളിൽ നടക്കുന്നുണ്ട്. ഇനി അതിന്റെ പൂർണ്ണതയിലേക്ക് പടിപടിയായിട്ടെത്തും. ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന്റെ രാജി ആവശ്യപ്പെട്ട് CSI സഭയിലെ ഒരു വിഭാഗം വിശ്വാസികൾ തിരുവനന്തപുരത്ത് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രതിഷേധക്കാരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാളുടെ തലയ്ക്ക് പരിക്കേറ്റു. സഭാസ്ഥാനമായ LMS പള്ളിക്ക് മുന്നിലൂടെയുള്ള മാർച്ചിന് പോലീസ് അനുമതി നിഷേധിച്ചതാണ് സംഘർഷത്തിന് കാരണം. ബിഷപ്പ് ധർമ്മരാജ് റസാലം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. LMS പള്ളിക്ക് മുന്നിലൂടെ തീരുമാനിച്ച മാർച്ചിന് പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു. തുടർന്ന് നടത്തിയ ചർച്ചയിൽ നന്ദാവനം AR ക്യാമ്പിന് മുന്നിലൂടെ മാർച്ച് വഴിതിരിച്ചുവിടാൻ തീരുമാനിച്ചു. ഇതിനിടെ ഒരു വിഭാഗം വിശ്വാസികളും പോലീസും തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ലാത്തി വീശിയതിനെ തുടർന്ന് ഒരാൾക്ക് തലയ്ക്ക് പരിക്കേറ്റു.
തുടർന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ വിശ്വാസികൾ റോഡ് ഉപരോധിച്ചു. ആയിരത്തോളം പേർ മാർച്ചിൽ പങ്കെടുത്തു. മാർച്ച് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിശ്വാസികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയതും വലിയ പ്രതിഷേധത്തിനിടയാക്കി. അറസ്റ്റിലായവരെ പിന്നീട് വിട്ടയച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കെഎസ്ആർടിസിയിലെ തൊഴിലാളി സംഘടനകളുമായി CMD ബിജു പ്രഭാകർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. നാളെ ഉദ്ഘാടനം ചെയ്യുന്ന സിറ്റി സർവീസ് ഇലക്ട്രിക് ബസ്സുകൾ തടയുമെന്ന് CITU വ്യക്തമാക്കി. പ്രതിപക്ഷ സംഘടനകൾ ചർച്ച ബഹിഷ്കരിച്ചു. ശമ്പളം കിട്ടാതെ സഹകരണമില്ലെന്നാണ് യൂണിയനുകളുടെ നിലപാട്. കെഎസ്ആർടിസി സിറ്റി സർക്കുലർ സർവീസുകൾ നാളെ മുതൽ കെഎസ്ഇഫ്റ്റിന് കീഴിലെ ഇലക്ട്രിക് ബസ്സുകളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നു. നാളെ രാവിലെ ഉദ്ഘാടനവും നിശ്ചയിച്ചിരുന്നു. ഇതിനു മുന്നോടിയായിട്ടാണ് അംഗീകൃത ട്രേഡ് യൂണിയൻ പ്രതിനിധികളെ CMD ബിജു പ്രഭാകർ ചർച്ചയ്ക്ക് വിളിച്ചത്. എന്നാൽ സിറ്റി സർവീസുകൾ സ്വിഫ്റ്റിന് കീഴിൽ വിട്ടു നൽകില്ലെന്ന് യൂണിയനുകൾ നിലപാടെടുത്തു. നാളത്തെ ഇലക്ട്രിക് ബസ്സുകളുടെ സ്വിഫ്റ്റ് സർവീസ് തടയുമെന്നും CITU. ഇന്നൊരു പ്രഹസനമായ ചർച്ച മാത്രമാണ് മാനേജ്മെന്റ് നടത്തിയത്. സ്വാഭാവികമായിട്ട് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത ഒരു തൊഴിലാളികളുടെ മുമ്പിൽ പുതിയ പരിഷ്കരണവുമായി വരരുത് എന്ന് ഞങ്ങൾ നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്. വിപുലമായ ചർച്ചകളിലൂടെ അത് കഴിയും. എന്നാൽ ഏകപക്ഷീയമായി മാനേജ്മെന്റ് നാളെ ആ ഷിഫ്റ്റ് സർവീസുകൾ ആരംഭിക്കും എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഓടിക്കുകയാണെങ്കിൽ വേണ്ടി വന്നാൽ തടയുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. നാളത്തെ ഉദ്ഘാടനം ബഹിഷ്കരിക്കുമെന്ന് BMS അറിയിച്ചു. തൊഴിൽ നഷ്ടമാവും എന്നുള്ള ഞങ്ങൾ ആദ്യത്തെ ആശങ്ക ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. 2, നിലവിൽ ഇനി KSRTCക്ക് ബസ്സില്ല. എല്ലാ സംസ്ഥാന ഫണ്ടും കേന്ദ്ര ഫണ്ടിലും വരുന്ന വാഹനങ്ങളെല്ലാം സ്വിഫ്റ്റിന് വേണ്ടി വാങ്ങുമ്പോൾ ഞങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ KSRTC എന്ന സ്ഥാപനം അപ്രസക്തമാകുന്നു. അതിലെ തൊഴിലാളികൾക്ക് തൊഴിലും കൂലിയും നഷ്ടമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സ്വിഫ്റ്റിനെ എതിർക്കുന്നത്. നിയമപരമായിട്ട് പോയത് ഇപ്പോൾ അതിന് എതിർപ്പിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാളെ സ്വിഫ്റ്റ് ബസ് ഉപയോഗിച്ചുകൊണ്ട് സിറ്റി സർക്കുലർ സർവീസ് ഉദ്ഘാടനം നടത്തുന്ന പരിപാടിയെ BMS പങ്കെടുക്കില്ല, ബഹിഷ്കരിക്കും. പക്ഷേ ഞങ്ങൾ വണ്ടി തടയില്ല. തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് അനുകൂല സംഘടനയായ TDF ചർച്ച ബഹിഷ്കരിച്ചിരുന്നു. ശമ്പളം നൽകാതെ ഒരു സഹകരണത്തിനും ഇല്ലെന്ന് TDF. ആദ്യമായി തന്നെ CMD ഭാഗത്തു നിന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. പക്ഷേ ഞങ്ങളുടെ നിലപാട്, TDF നിലപാട് വ്യക്തമായി തന്നെ പറയുക ചെയ്തിട്ടുണ്ട്. ശമ്പളത്തിനാണ് പ്രഥമ പരിഗണന. ഈ ശമ്പളം നൽകിയിട്ട് മാത്രമേ തുടർ ചർച്ചയിൽ ഞങ്ങൾ തയ്യാറാവുകയുള്ളൂ എന്നാണ് ആദ്യമായി പറഞ്ഞത്. ശമ്പള മുടക്കം അവസാനിക്കുമെന്നും ജൂലൈയിലെ ശമ്പളം ഓഗസ്റ്റ് 10 മുൻപ് നൽകുമെന്നും ചർച്ചയിൽ CMD ബിജു പ്രഭാകർ ഉറപ്പു നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. ജെൻഡർ യൂണിഫോം അംഗീകരിക്കില്ലെന്ന് മുസ്ലിം നേതാവും MLAയുമായ MK മുനീർ. ജെൻഡർ ന്യൂട്രാലിറ്റി ചെറുത്തു തോൽപ്പിക്കും. ലിംഗസമത്വമെങ്കിൽ മുഖ്യമന്ത്രി സാരിയും ബ്ലൗസും ധരിക്കട്ടെ എന്നും മുനീർ പരിഹസിച്ചു. പെൺകുട്ടികളെ പാന്റും ഷർട്ടും ധരിപ്പിക്കുന്നതിന് എന്തിനാണെന്ന് മുനീർ ചോദിക്കുന്നു. ബാലുശ്ശേരിയിൽ ന്യൂട്രാലിറ്റിയുടെ ഭാഗമായി പെൺകുട്ടികളോട് പാന്റും ഷർട്ടും ഇടാൻ പറഞ്ഞു. ലോകത്ത് ജനറൽ ന്യൂട്രാലിറ്റി വന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ എടാ എന്നാണ് വിളിച്ചത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് അവിടെ ആണിന്റെ സ്ഥാനത്തിന് കൂടുതൽ വില ഇവർ കൊടുക്കുന്നു? അപ്പൊ ഒരു ആൺകോയ്മ അവിടെ വീണ്ടും ഉണ്ട്. തിരിച്ച് പുരുഷനെ എടി എന്ന് വിളിക്കാൻ പറയുന്നില്ല. എല്ലാവരും ന്യൂട്രാലിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ എടാ എന്ന വിളിയിലേക്ക് പോകും. അത് കുഴപ്പമില്ല. പക്ഷെ വേറൊരു കാര്യം, പെൺകുട്ടികൾ പാന്റും ഷർട്ടും ഇടണം ആൺകുട്ടികളെ പോലെ. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് തിരിച്ചായിക്കൂടാ? ആൺകുട്ടികൾക്ക് എന്താ ചുരിദാർ ചെയ്യുന്നത്? പിണറായി വിജയനും ഭാര്യയും യാത്ര ചെയ്യുമ്പോൾ എന്തിനാണ് ഭാര്യയെ കൊണ്ട് പാന്റ് ഇടിക്കുന്നത്? പിണറായി വിജയന് സാരിയും ബ്ലൗസും ഇട്ടാൽ എന്താണ്? അപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ജെൻഡർ ഇൻഈക്വാലിറ്റി ഉണ്ടാക്കുകയാണ്. സ്ത്രീകളെ വീണ്ടും അധപ്പതനത്തിലേക്ക് കൊണ്ടുപോവുകയും പുരുഷക്കോയ്മ തന്നെ ആണ് ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് വിളിക്കുകയും ചെയ്യുന്ന
മാർക്സിസ്റ്റ് തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കപ്പെടുന്നത്. MSF കോഴിക്കോട് സംഘടിപ്പിച്ച പരിപാടിയിലാണ് വിവാദ പരാമർശം. എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഏത് സാഹചര്യത്തിലാണ് MK മുനീർ ഇത്തരത്തിൽ പറഞ്ഞത്? ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത സംസാരം പോലെ തോന്നിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്? ധന്യ, നമുക്കറിയാം ബാലുശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതേ ഒരു നിലപാട് സ്വീകരിച്ചതായിരുന്നു SDPIയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ. അന്ന് മാറി നിന്ന മുസ്ലിം ലീഗാണ് ഇപ്പോൾ പരസ്യമായി തന്നെ ഈ ജെൻഡർ യൂണിഫോം സംവിധാനത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. കോഴിക്കോട് MSF സംഘടിപ്പിച്ച വേര് എന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇതിൽ മതം, മാർക്സിസം, നാസ്തികത, ലിബറലിസം എന്ന സെഷനിലാണ് MK മുനീർ ഇത്ര രൂക്ഷമായ ഭാഷയിൽ തന്നെ, അതായത് ഈ കുട്ടികളെ പാന്റ് ധരിപ്പിക്കുന്നത് എന്തിനാണ് പാന്റ് ധരിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ മാത്രമല്ല അദ്ദേഹം എടുത്തു പറയുന്നത് ഈ ഒരു ജെൻഡർ യൂണിഫോം സിസ്റ്റത്തെ ചെറുത്തു തോൽപ്പിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട്. വലിയ കയ്യടികളും ലഭിച്ചു. MSFന്റെ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു സദസ്സിൽ നിന്ന് വലിയ കരഘോഷവും ഉണ്ടായി. എന്തായാലും അത് ചെറുത്തു തോൽപ്പിക്കണം. ഒപ്പം തന്നെ പിണറായി വിജയൻ എന്തുകൊണ്ട് സാരി ഉടുക്കുന്നില്ല എന്നുള്ള വിവാദ പരാമർശം ഉൾപ്പെടെയാണ് അദ്ദേഹം പറയുന്നത്. ധന്യ സൂചിപ്പിച്ച പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ ഒരു ധാരണ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് MK മുനീറിന്റെ ഈ ലിംഗസമത്വ യൂണിഫോമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രി സാരിയും ബ്ലൗസും ധരിക്കട്ടെ എന്ന വളരെ ബാലിഷ്യമായിട്ടുള്ള ഒരു പ്രസംഗം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ട് വേദിയിലോ സദസ്സിലോ ഉണ്ടായിരുന്ന ആരും ഇതിനെ തിരുത്തുകയോ ഇല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു എക്സ്പ്ലനേഷനോ എന്തെങ്കിലും ഉണ്ടായോ പിന്നീട്? ധന്യ, ഇത് MSFന്റെ ഒരു പരിപാടിയാണ്. ഇത് പുറത്തുനിന്നുള്ള ആളുകളില്ല, ഒരു പൊതു പരിപാടി എന്നുള്ള രീതിയിലല്ല. MSFന്റെ പ്രതിനിധികളും അവരുടെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളും മാത്രം പങ്കെടുക്കുന്നതാണ്. പിന്നെയുള്ളത് മാധ്യമ പ്രവർത്തകരാണ്. ഇത് തുടങ്ങിയ സമയം മുതൽ തന്നെ മുനീറിന്റെ പ്രസംഗം വളരെ അപകടകരമായ രീതിയിലേക്ക് പലപ്പോഴും പോയിരുന്നു. അതായത് മാർക്സത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയും മതനിരാസമാണ് അടിസ്ഥാനം, മാർക്സത്തിന്റെ അടിസ്ഥാനം, അത് അംഗീകരിക്കപ്പെടുന്നില്ല കേരളത്തിലെ നേതാക്കൾ എന്ന് പറയുന്നതിനൊപ്പം തന്നെ ആണ് ഈ മാർക്സത്തെ തള്ളിക്കളയേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ മാർക്സം കുത്തഴിഞ്ഞ അരാജകവാദികളുടെ ഒരു കൂടാരമാണ് എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം തുടക്കം മുതൽ തന്നെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതിന് വലിയ കയ്യടിയും ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഈ സെഷൻ അവസാനിക്കാൻ അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹം തീർക്കാനിരിക്കുകയാണ് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. അതായത് കുട്ടികളുടെ ജെൻഡർ യൂണിഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം അതിന് ചെറുത്ത് തോൽപ്പിക്കണം. അത് എന്ത് അടിസ്ഥാനത്തിലാണ് പെൺകുട്ടികളെ കൂടി പാന്റ് ധരിപ്പിക്കുന്നത്? ഇത് പുരുഷ മേധാവിത്വത്തിന്റെ അല്ലെങ്കിൽ ആൺകോയ്മയാണ് യഥാർത്ഥത്തിൽ ഇത് നിർബന്ധിക്കപ്പെടുന്നത് എന്നും പറയുന്നുണ്ട്. നമുക്കറിയാം ബാലുശ്ശേരി സ്കൂളിലെല്ലാം തന്നെ നടന്നിരിക്കുന്ന കാര്യങ്ങളിൽ അന്ന് തീവ്ര മുസ്ലിം സംഘടനകളായിരുന്നു ഇതിനെ എതിർത്തതെങ്കിൽ മുസ്ലിം ലീഗ് മാറി നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു പലപ്പോഴും. ജമാഅത്ത് ഇസ്ലാമിയും SDPIയും എല്ലാം തന്നെ പരസ്യമായി ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തങ്ങളുടെ നിലപാട് ഇതാണെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് 5 വർഷം മുമ്പ് ഫാറൂഖ് കോളേജിൽ സമാനമായ സംഭവം ഉണ്ടായിരുന്നു. അതായത് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിനെതിരെ അന്ന് പരസ്യമായി രംഗത്ത് വന്നത് മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. KM ഷാജി വീട്ടിൽ നിന്ന് നടത്തുന്ന തറവാട്ടുകാർ നടത്തുന്ന കോളേജിൽ മാത്രമേ അങ്ങനെ ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ മതി എന്നുള്ള വിവാദ പരാമർശമൊക്കെ നടത്തിയ സമയത്ത് ഇതിനെ തിരുത്താൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയായിരുന്നു MK മുനീർ എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ കഴിയില്ല. അതേ മുനീറാണ് ഈ വളരെ രൂക്ഷമായി തന്നെ അല്ലെങ്കിൽ വിവാദപരമായി തന്നെ ഈ ഒരു ലിംഗസമത്വത്തെ തന്നെ ആക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വസ്ത്രധാരണത്തെ തന്നെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. ഇതിൽ എന്തിനാണ് ഇപ്പൊ കുട്ടികളോട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ ഈ പഞ്ച് ഡയലോഗ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പോസ് ചെയ്തൊക്കെ സംസാരിക്കുമ്പോൾ കുട്ടികൾ വലിയ രീതിയിൽ കൈയടിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയെ വലിച്ചിടുന്നു. ഈ MSFന്റെ പോലെ ഒരു പരിപാടിയിൽ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണയുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ വിദ്യാർത്ഥിനികൾ പോലും തിരിച്ചൊന്നും പറയാത്ത ഇല്ലെങ്കിൽ ഈ കാര്യത്തിൽ അഭിപ്രായം ഉന്നയിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു? ധന്യ, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ MSFലൊന്നും കാര്യമായ ഒരു പുരോഗമനം വന്നിട്ടില്ല എന്നുള്ളത്. നമുക്ക് ഹരിത വിവാദമെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ആ സമയത്തെല്ലാം തന്നെ MSF എടുത്ത നിലപാട്, ഔദ്യോഗിക വിഭാഗം എടുത്ത നിലപാടും അതിൽ മുസ്ലിം ലീഗിന്റെ നിലപാടും എല്ലാം തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായും MK മുനീറിനെ പോലുള്ള ഒരു നേതാവ്, ഒരു MLA ഇങ്ങനെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് കൈയടിക്കല്ലാതെ ഒരു ഭാഗത്തുനിന്നും ഒരു എതിർപ്പും ഉണ്ടായില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇത് വലിയ ചർച്ചയാകും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാകാൻ സാധ്യതയുള്ള വാക്കുകളാണ് MK മുനീറിന്റെ വായിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പം എന്തായിരിക്കും ലീഗ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ട സാഹചര്യത്തിലേക്ക് പോകുമോ?
ധന്യ, അങ്ങനെ ഒരു വിശദീകരണത്തിലേക്ക് മുസ്ലിം ലീഗ് പോകാൻ സാധ്യതയില്ല. അവരുടെ ഒരു നിലപാട് കൂടിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതൊരു യോഗത്തിലോ മറ്റോ അല്ല, പരസ്യമായി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം MSFന്റെ ഒരു പരിപാടിയിൽ, വേര് എന്ന ഒരു പരിപാടിയിൽ, ഈ ഒരു സെഷനിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മതം, മാർക്സിസം, നാസ്തികത, ലിബറലിസം എന്നുള്ള ആ ഒരു വിഷയത്തിലാണ് മുനീർ ഏകദേശം 1 മണിക്കൂറിനടുത്ത് സമയം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് പാർട്ടി ഇതൊരു പക്ഷേ തിരുത്താനൊന്നും സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയുമില്ല. ഇനി പാർട്ടിയിലെ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും അങ്ങനെ നമുക്ക് എന്തായാലും നിശ്ചയിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇത് മുസ്ലിം ലീഗിന്റെ നിലപാടാണ് ഇത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കാലങ്ങളായി മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന ഒരു നിലപാട് ഇതാണ്. മാത്രമല്ല ഈ തീവ്ര മുസ്ലിം സംഘടനകൾ, SDPIയും പോപ്പുലർ ഫ്രണ്ടും പോലുള്ള സംഘടനകൾ എത്രയോ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിപ്പോ ബാലുശ്ശേരി വിഷയത്തിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ലീഗും ആ ഒരു കടുത്ത നിലപാടിലേക്ക്, ആ കടുത്ത യാഥാസ്ഥികവാദത്തിലേക്ക് ലീഗും പോകുന്നു എന്നുള്ളത് വേണം ഇതിലെടുത്ത് പറയാൻ. ശരി, നന്ദി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ന്യൂസ് 18 നെറ്റ്വർക്കും ട്രൂ കോളറും ചേർന്ന് ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുകയാണ്. ക്യാമ്പയിന്റെ ഭാഗമായി ഡൽഹി സിൽവർ ലൈൻസ് പോലീസ് സ്റ്റേഷനിൽ ഒരു ചുവർ ചിത്രം തയ്യാറാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ വിവിധ മാധ്യമങ്ങളിലൂടെയാണ് ക്യാമ്പയിന്റെ ഭാഗമായി ബോധവൽക്കരണം നടത്തുന്നത്. Using the medium of art to drive social change, News 18 Network, Truecaller and the Delhi Police have unveiled the Call It Out wall at the Civil Lines Police Station in New Delhi. The landmark piece of mural art aims to inspire women and young girls to take action against harassment and report it. Our officers and the force is dedicated to provide security to the women. Today this mural art which has been unveiled, and we feel proud to be associated with such initiative by the Truecaller and the Network 18. A part of the Call It Out Because It's Not Okay campaign, the event saw eminent panelists discuss the topic catalyzing social action against harassment. I would like to invite you to Delhi University. We'll give you the space, we'll give you all the infrastructure and every help. We want girls of our Delhi University to be aware so that, because there's a lot of reporting which comes to me and we have to give them confidence. So it would go a very long way if we organize such a program in Delhi University. Let's stand united against harassment and become the change we want to see in the world. Call it out because it's not okay. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. നമസ്കാരം.